പ്രകൃതിയുടെ നിയമത്തെ തട്ടിമാറ്റാൻ ഏത് ഈശ്വര ശക്തിക്ക് സാധിച്ചിട്ടുണ്ട്? ഇല്ല. ഇമ്പോസിബിൾ ആയത് പ്രാർത്ഥിക്കലല്ല വിവേകം എന്ന് പറയുന്നത്. എന്താണോ ജീവിതത്തിൽ കടന്നു വരുന്ന അനുഭവം, അതിനെ സ്വീകരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അതിലൂടെയൊക്കെ ധൈര്യമായിട്ട് കടന്നു പോകണം. അതിലെവിടുന്ന് കിട്ടും ആ ധൈര്യം? അത് ഇന്നും നാളെയും കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല. മറ്റന്നാൾ ഉണ്ടാവണമെങ്കിൽ ഇന്ന് തന്നെ അതിനു വേണ്ടി മെനക്കെടണം. ഇന്ന് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തോ അത്രയും ഉണ്ടാവും മറ്റന്നാൾ. നമ്മൾ വിചാരിക്കരുത് കൂടെയുള്ള ഒരാൾ മരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് ഇതൊക്കെ അങ്ങോട്ട് ഓർമ്മ വരും. അപ്പോഴിതൊന്നും ഓർമ്മ വരില്ല. അപ്പോൾ ഓർമ്മ വരിക വേണ്ടാത്ത കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊക്കെ അറിയാതെ നെഞ്ചത്തടിച്ച് കരഞ്ഞു പോവും. ആ ഒരു നിമിഷം വിവേകമുണ്ടാവണമെങ്കിൽ, ആ ഒരു നിമിഷം ഇത് ഓർമ്മ വേണമെങ്കിൽ നമ്മൾ ഈ ഒരു നിമിഷം മുതൽ ഈ ഒരു വിചാരത്തിലും ചിന്തനത്തിലും ജീവിക്കണം. അതുകൊണ്ടായിരിക്കും നമ്മുടെ പൂർവികന്മാർ പറഞ്ഞത് സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് കഴിക്കാന്ന്. കാവത്ത് എന്ന് പറഞ്ഞാൽ ഈ തിരുവാതിര സമയത്ത് ഉണ്ടാക്കുന്ന സാധനമല്ല, കാപത്ത് കഴിക്കാന്നാണ്, കാവത്ത് നല്ലതിന്. അപ്പൊ സമ്പത്ത് കാലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപത്ത് കാലത്ത് പ്രയോജനപ്പെടുത്താം. അതാണ് LIC എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഉള്ള സമയത്ത് പോയി അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടും എന്ന് പറയണം. മനസ്സിലായില്ലേ? മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. നമ്മൾ ആരാ മേടിക്കാൻ നിൽക്കുക? അങ്ങനെ നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ മേടിക്കും. അപ്പൊ ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ കൊണ്ടു നടക്കൂ. ഓരോ ദിവസവും നമ്മൾ അതിനു വേണ്ടിയിട്ടൊക്കെ നല്ലവണ്ണം മെനക്കെടണം. ഞാൻ രാവിലെ പറഞ്ഞില്ലേ, അധ്വാനാൽ അഭ്യാസം ചെയ്താൽ തന്നെ ഇത് കിട്ടുള്ളൂ. ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിന്റെ വായിൽ ഒരിക്കലും മൃഗം വന്ന് വീഴാറില്ല. ഇന്നേ വരെ സംഭവിച്ചിട്ടില്ല. ഒരു സിംഹം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു മാൻ വന്നിട്ട് പറയാണ്, രാജൻ ക്ഷമിക്കണം, എന്നെ പിടിച്ച് കഴിച്ചോളൂ എന്ന്. ഇതേവരെ വന്ന് പറഞ്ഞിട്ടില്ല. ഒരു സിംഹം സടകുടഞ്ഞെണീറ്റ് മാൻകൂട്ടത്തിന്റെ നേരെ നോക്കി ഏതെങ്കിലും ഒരു മാന്റെ മേലെ ചാടി വീണ് എന്നിട്ട് പിടിക്കുക തന്നെ വേണം. അപ്പോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബോധ്യം വരും, നമ്മൾ മെനക്കെടാതെ സംഗതിയൊന്നും നടക്കില്ല. ഇത് മാന്റെ ജീവിതം കണ്ടിട്ടാണോ? അല്ല, ഈ ഭാഗവതമൊക്കെ കേൾക്കുമ്പോൾ ബോധ്യം വരും. ഞാൻ പ്രയത്നിക്കണം, ഞാൻ പ്രയത്നിച്ചാൽ തന്നെ ഇത് മനസ്സിലാവും. അർജുനന് ആ യുദ്ധത്തെ അഭിമുഖീകരിക്കാൻ ഭഗവാന് 700 ശ്ലോകം വേണ്ടി വന്നു. അപ്പൊ നമുക്ക് എത്ര ശ്ലോകം വേണ്ടി വരും നമ്മൾ ചോദിക്കാം. എത്ര ശ്ലോകത്തിൽ നമ്മൾ കേട്ടാലാണ്, എത്ര വട്ടം ഇത് കേട്ടാലാണ് നമുക്കിതൊക്കെ ഒന്ന് ഉറച്ചു കിട്ടുക? മനസ്സിലായില്ലേ? ശബരിമല പോകുന്ന ആളുകളെ പോലെ പറയരുത്, ഞാൻ 50 വർഷമായി സ്വാമി ശബരിമലയ്ക്ക് പോകണമെന്നും, എന്നിട്ട് എന്തുണ്ട് അവസ്ഥ, എന്നിട്ടും വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അതുപോലെ ഇരിക്കണമെന്ന്. പിന്നെ ശബരിമലയ്ക്ക് പോകാണ്ടിരിക്കുക നല്ലത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നില്ലെങ്കിൽ നമ്മൾ പോയതുകൊണ്ട് എന്ത് പ്രയോജനം നമ്മൾ ഉണ്ടാക്കിയെടുത്തു? അപ്പൊ ഓരോ ദിവസവും തൃക്കോവിലിൽ വന്ന് തൊഴുമ്പോൾ നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കുക, എനിക്ക് എത്ര കണ്ട് എന്റെ ജീവിതത്തിന്റെ വിഷമങ്ങളിലൂടെ കടന്നുപോകാൻ സാധിക്കും? ഒരാൾ പരിഹസിക്കുന്ന സമയത്ത്, നിന്ദിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നുണ്ടോ? എന്താ തോന്നേണ്ടത്? നായം ജനോമേ സുഖദുഃഖഹേതു നദേവതാത്മാ ഗൃഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേയത്. എന്നെ ആരും ദ്രോഹിക്കുന്നില്ല, എന്നെ ആരും വിഷമിപ്പിക്കുന്നില്ല. എല്ലാ ദ്രോഹത്തിനും കാരണം എന്റെ തന്നെ മനസ്സാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഉയർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതല്ല അപ്പോഴും നമ്മുടെ മനസ്സിൽ മറ്റ് ചിന്തകളൊക്കെയാണെങ്കിൽ, ഗുരുവായൂരപ്പ ഒന്ന് കൊടുക്കണേ അയാൾക്ക്, എന്നാലേ അയാൾ നേരെയാവുള്ളൂ എന്നാണെങ്കിൽ നമ്മൾ എത്തിയിട്ടില്ല. ഏതായാലും ഇപ്രകാരം പറഞ്ഞപ്പോ ഭഗവാൻ അത്യന്തം പ്രീതനായി. അവിടെ വെച്ച് ഭഗവാൻ ആ രുക്മിണീ ദേവിയോട് പറയാണ്, ദേവി ഭാഗ്യവതിയാണ്. പക്ഷേ ഈ ലോകത്തിൽ ദേവി ഈ ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. 60ാമത്തെ അധ്യായത്തിൽ ശ്രീ ഭഗവാൻ വാച എന്ന് പറയുന്ന ഭാഗം 49 തുടങ്ങിയിട്ടുള്ള ശ്ലോകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഭഗവാൻ പറയും, യേ മാം ഭജന്തി ദാമ്പത്യേ തപസാ വ്രതയയാ കാമാത്മാനോപവർഗേശം മോഹിതോ മമമായ. യേ ആരാണോ മാം ഭജന്തി എന്നെ ഇരുന്ന് പ്രേമത്തോടെ ഭജിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഭജിക്കുന്നത് ഭഗവാനെ? അവര് ഭജിക്കുന്നത് ദാമ്പത്യേ, അവർക്ക് ദാമ്പത്യ ജീവിതം എന്നും സുരക്ഷിതമായിട്ടിരിക്കണം. ഭാര്യയ്ക്കൊന്നും സംഭവിക്കരുത്, ഭർത്താവിനൊന്നും സംഭവിക്കരുത്, മക്കൾക്കൊന്നും സംഭവിക്കരുത്, അവർക്കൊക്കെ ആയുരാരോഗ്യ ഐശ്വര്യ ലക്ഷ്മി എന്നും ഉണ്ടായിരിക്കണം, അവർക്കൊന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകൾ, എന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നവര് ഭഗവാൻ പറയുന്നു,
അവര് എന്താ സംഭവിച്ച, കാമാത്മാനോ, ഭക്തിയുള്ളവരായിട്ടല്ല ഭഗവാൻ കണക്കാക്കിയിട്ടുള്ളത്. കാമാത്മാക്കളാണ് അവര്. ദേവി, കാരണം എന്റെ അടുത്ത് വന്നിട്ട് മോഹിതോ മമമായ, എന്റെ മായയിൽ മോഹിച്ചുപോയി ഇവരെയാണ്. എന്താ ഭഗവാൻ പറയണത്? അവർക്ക് ഭക്തി വേണം, പ്രേമം വേണം എന്നതിലേക്കല്ല അവർ ഉയരാൻ തയ്യാറാവുന്നത്. ഞാൻ കൂടെയുണ്ടെന്ന ബോധത്തിൽ ജീവിക്കാനല്ല അവർ തയ്യാറാവുന്നത്. അവർക്ക് വേണ്ടത് അവരുടെ ജീവിക്കുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളെന്നും സുരക്ഷിതമായിട്ടിരിക്കണം, അതെന്നും ഐശ്വര്യത്തോടുകൂടിയിരിക്കണം. ഇതാണല്ലോ ഇപ്പം നമ്മുടെയൊക്കെ മോഹങ്ങൾ. ഇപ്പൊ ആരെങ്കിലും നിങ്ങളോട് പറയാണ്, ദേ ഇവിടെ ഒരു പൂജ ചെയ്യൂ, നിങ്ങളുടെ വീട്ടിലെല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നു. തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കും. അങ്ങനെ ഇനി ഐശ്വര്യം കിട്ടാതിരിക്കേണ്ടെന്ന് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ആകർഷിതരായിത്തീരുന്നു അറിയാം. എന്നാ ഭഗവാൻ പറയുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കാമാത്മാക്കളായ നമ്മൾ മായയിൽ മോഹിതരാണെന്ന്. എന്നിട്ട് അടുത്ത ശ്ലോകം അതിലും മനോഹരമാണ്. മാം പ്രാപ്യമാനിന്യപവർഗ സമ്പദം വാഞ്ചന്തിയേ സമ്പദയേവ സത്പദിം തേ മന്ദഭാഗ്യാ നിരയേബിയേ നൃണാം മാത്രാത്മകത്വാൽ നിരയസ്സു സംഗമാം. മാം പ്രാപ്യ, എന്റെ അടുത്ത് വന്നിട്ട്, എന്നെ പ്രാപിച്ചിട്ട് എന്റെ അടുത്ത് വന്നിട്ട്. എന്തിനു വേണ്ടിയാ വരുന്നത് ഭഗവാനെ? വാഞ്ചന്തി, അവർ ചോദിക്കുന്നു, അവർ പലതും പലതും ആഗ്രഹിക്കുന്നു എന്നിൽ നിന്ന്. എന്താ വേണ്ടത്? സമ്പദ സത്പതിം, കുറെ സമ്പത്ത് വേണം, പതി വേണം, ഭർത്താവ് വേണം, അല്ലെങ്കിൽ ഭാര്യ വേണം, മക്കൾ വേണം, ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്ന ആളുകള് തേ മന്ദഭാഗ്യ. ഞാൻ പറയുന്നതല്ല, ഗുരുവായൂരപ്പൻ പറയാണ്. അവരൊക്കെ ഭാഗ്യം ചെയ്തവര് എന്നല്ല വിളിച്ചിട്ടുള്ളത്, മന്ദഭാഗ്യന്മാരെന്നാണ്. ഭാഗ്യം കെട്ടവരായിപ്പോയി. കാരണം നിരയേബിയേ നൃണാം. നിരയെന്ന് പറഞ്ഞാൽ നരകത്തിലും ഇതൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ ഇവിടെ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നരകത്തിൽ പോയാലും കല്യാണം കഴിക്കാം. അതുകൊണ്ടാണ് ഞങ്ങളൊന്നും കല്യാണം കഴിക്കാത്തത്. ഉറപ്പാണ്, എവിടെയെങ്കിലും ഒന്ന് കല്യാണം കഴിക്കാൻ പറ്റുന്ന. അതിപ്പോ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ വയറ്റിന്റെ അകത്ത് എത്ര കൃമികളുണ്ട് നോക്കൂ. അവരും കല്യാണം കഴിക്കുന്നുണ്ട് ഇല്ലേ? നമ്മളാരെങ്കിലും അറിയുന്നുണ്ടോ? അവർക്കുകൊണ്ട് 5 സ്റ്റാർ ഹോട്ടലിൽ പാർട്ടികൾ നടത്തണം, നമ്മൾ അറിയുന്നില്ല അത്. അവരെ ബന്ധുമിത്രാദികളൊക്കെ വരുന്നുണ്ടാവും, അവർ കൈകോർക്കുന്നുണ്ടാവും. അങ്ങനെ അവിടെ വെച്ചിട്ട് ഗംഭീര കല്യാണമൊക്കെ. അതാണ് ഇടയ്ക്ക് ചിലർക്ക് വയറിന്ന് കേൾക്കാം ഗുളുഗുളുകുളു ശബ്ദം. അപ്പൊ അവർ ഹണിമൂൺ പാർട്ടി ആഘോഷിക്കുകയാണ്. ഉള്ളിൽ നിന്നിട്ട് ഗംഭീര പാർട്ടിയൊക്കെ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ പലതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പലതും. കാരണം ഭക്ഷണത്തിന് അവർക്കൊരു കുഴപ്പമില്ല, എപ്പോഴും നിറയെ അതിൻ്റെ ഉള്ളിൽ സാധനം. അവർക്കും ഉണ്ട് പ്രസവം, പക്ഷെ അവർക്ക് സിസേറിയൻ ഇല്ല. അവിടെ വെച്ച് പ്രസവം നടക്കുന്നുണ്ട്, കുട്ടികൾ ഇരട്ടിയാവുന്നുണ്ട് ഇല്ലേ? ഇതൊക്കെ നമ്മുടെ വയറിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ടോ ഇല്ലേ? ചിന്തിക്കൂ. അപ്പൊ നമ്മൾ വിചാരിക്കണം നമ്മൾ കേവന്മാരെ നമ്മളെ ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. നമ്മുടെ വയറ്റിലിരിക്കുന്ന കൃമി പോലും ഇത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറം ഇനി എന്തുണ്ട്? ചിന്തിക്കൂ നിങ്ങൾ. അപ്പോ ഇത് പ്രകൃതിയിൽ ഇങ്ങനെ നിരന്തരം നടക്കുന്ന ഒരു കാര്യമാണ് ദേവി. അതിലൊന്നുമല്ല മനസ്സ് വെക്കേണ്ടത്. അതൊക്കെ നടക്കേ നടക്കാതിരിക്കേ ചെയ്യട്ടെ. കല്യാണം നടക്കുകയെ, ഭാര്യ ഉണ്ടാവുകയെ, ഭർത്താവ് ഉണ്ടാവട്ടെ, മക്കൾ ഉണ്ടാവട്ടെ, മക്കൾ ഉണ്ടാവാതിരിക്കട്ടെ, എന്തും നടക്കട്ടെ. പക്ഷേ മനസ്സെവിടെയായിരിക്കണം? ജീവിക്കുന്നത് വരെ, മരിക്കുന്നത് വരെ ഉത്സാഹവും ആനന്ദവും നിലനിർത്താൻ സാധിക്കണം. അതിൽ വിട്ടുപോകരുത് പ്രിയ. എന്തിനെങ്കിലും കുറവുള്ളതുകൊണ്ട് ജീവിതത്തിൽ ഉത്സാഹം നഷ്ടപ്പെടാൻ പാടില്ല. ഈ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു സത്യം നമുക്ക് മനസ്സിലാവും. ആരും എല്ലാം തികഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് ഈ ലോകത്തിലില്ല. എന്തെങ്കിലും ഒരു കുറവ് എവിടെങ്കിലും വെച്ചിരിക്കും ഭഗവാൻ. പ്രകൃതി നല്ല സൗന്ദര്യമുണ്ടോ, ബുദ്ധി ഇത്തിരി കുറവായിരിക്കും. നല്ലവണ്ണം ബുദ്ധിയുണ്ടോ, ഇത്തിരി സൗന്ദര്യം കുറവായിരിക്കും. ഇനി ബുദ്ധിയും സൗന്ദര്യവും ഏറെക്കുറെ ഉണ്ടോ, പണം ഇത്തിരി കുറവായിരിക്കും. പണം കൂടുതലുണ്ടോ, ഏതെങ്കിലും ഒരു കുറവുണ്ടാവും. സ്നേഹിക്കാൻ വേണ്ടത്ര ആളുണ്ടാവില്ല. എന്തെങ്കിലും ഒരു കുറവ് പ്രകൃതിയിലുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബെർണാഡ് ഷോ എന്ന് പറയുന്ന ചിന്തകനെക്കുറിച്ച്. അദ്ദേഹം വലിയ ചിന്തകനായിരുന്നു. ഈ ബെർണാഡ് ഷോ, അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ അവിടെ ഇരുന്നു പോകും. അത്രയും സ്പെൽ ബൗണ്ട്, ഗംഭീര പ്രഭാഷകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരിക്കലും ഒരു സ്ഥലത്ത് പ്രഭാഷണം നടത്തി ഇറങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ കോലാണെങ്കിലോ ഒരു വടിയുടെ മുന്നിൽ എന്തൊക്കെയോ വെച്ച് കെട്ടിയാൽ എങ്ങനെ ഇരിക്കുമോ അത്രയേ ഉള്ളൂ ഇയാള്. ഒരു തലയും 2 കാലും 2 കൈകളും, അതിങ്ങനെ നടക്കുന്നത് പോലെ തോന്നും. ഒരു കോലവും ഇല്ല, കറുത്ത് ഇരുണ്ടിട്ടൊരു രൂപം. ഇദ്ദേഹം ഒരിക്കൽ പ്രഭാഷണമൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ അന്ന് പ്രഭാഷണം കേൾക്കാൻ വന്നവരിൽ അന്നത്തെ മിസ് യൂണിവേഴ്സ് ഉണ്ടായിരുന്നു, പമീല പറയുന്നൊരു കുട്ടി. ഈ പ്രഭാഷണം കഴിഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഈ പമീല വന്ന സുന്ദരി ഇയാളോട് ചോദിക്കുകയാണ്, എനിക്കൊരു മോഹമുണ്ട് എന്ന്, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന്. ഓ പറഞ്ഞോളൂ എന്ന്. നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചുകൂടെ എന്നാണ് എന്റെ മോഹം എന്ന്. പെണ്ണേ ഇദ്ദേഹം ചോദിച്ചു, എന്തിനാ നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കണതെന്ന്.
അല്ല, അങ്ങയുടെ ബുദ്ധി സാമർഥ്യം, ബുദ്ധിയുടെ കഴിവ് ഇന്ന് ലോകത്തിൽ ആർക്കും ഇല്ല ഇത്രയധികം ബുദ്ധി. അപ്പൊ അങ്ങയുടെ ബുദ്ധിയും എന്റെ സൗന്ദര്യവും കൂടി കൂടിച്ചേർന്നാൽ ഒരുപക്ഷെ നമ്മളിലൂടെ ഉണ്ടാവുന്ന കുട്ടി ബുദ്ധിയും അതുപോലെ തന്നെ സൗന്ദര്യവും ഒരുപോലുള്ള കുട്ടിയാവില്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചത്. പുണ്യദേഹം പറയണം, അങ്ങനെ സംഭവിക്കാൻ ഞാൻ നന്നായിരുന്നു. നേരെ വിപരീതമാണ് സംഭവിക്കണമെങ്കിലോ, അതായത് നിന്റെ ബുദ്ധിയും എന്റെ സൗന്ദര്യവും അങ്ങനെ ഒരു കോലാണ് പുറത്തു വരുന്നതെങ്കിലോ, അതുകൊണ്ട് അങ്ങനെ ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് കല്യാണം കഴിക്കേണ്ടതാണ്. ഇതാണ് പ്രകൃതിയുടെ നിയമം. എന്തെങ്കിലും ഒരു കുറവ് പ്രകൃതിയിൽ എവിടെയെങ്കിലും നമുക്ക് വച്ചിരിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ ആ കുറവുകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് ദുഃഖിക്കാനേ സമയം ഉണ്ടാവുള്ളൂ പ്രിയാണ്. അപ്പോൾ ഇല്ലാത്ത ഒന്നിനെ, കുറവുള്ള ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാതെ ഉള്ളതെന്താണെന്ന് മനസ്സിനോട് ചോദിക്കുക. ഭഗവാനില്ലേ കൂടെ, പിന്നെന്താ, എന്തില്ലെങ്കിൽ എന്താ കുഴപ്പം, ഭഗവാനുണ്ടല്ലോ എന്ന് ശരിക്കും ബോധ്യപ്പെട്ടുകൊണ്ട് ആ സ്മരണയിൽ, പ്രേമത്തിന്റെ സ്മരണയിൽ ജീവിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പറയണു അവരാണ് ഭാഗ്യം ചെയ്തവരെന്ന്. അതുകൊണ്ട് ദേവി എന്റെ ശരീരത്തെ അല്ല കല്യാണം കഴിച്ചത്, എന്നെ ഞാനാക്കുന്ന ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിഞ്ഞവളാണ് അവിടുന്ന്. അതുകൊണ്ടാണ് ഞാൻ ദേവിക്ക് തുല്യം മറ്റൊരാളെ കാണാത്തതുകൊണ്ട് ദേവിയെ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചതെന്ന് ഭഗവാൻ പറയുന്നു. നത്വാദൃശം പ്രണയിനും ഗ്രഹണിം ഗൃഹേഷു പശ്യാമി മാനിയാസ വിവാഹകാലേ പ്രാപ്താ നൃപാനവഗണയ്യ രഘോഹരോ മേ പ്രസ്താവിതോ ദ്വിജ ഉപശ്രുത സൽക്കതസ്യ. ആ ദ്വിജൻ വന്നിട്ട്, ബ്രാഹ്മണൻ വന്നിട്ട് അവിടുത്തെ ഗുണങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് അല്പം പോലും ചിന്തിക്കാനുണ്ടായിരുന്നില്ലേ ദേവി. കാരണം നത്വാദൃശം, അവിടത്തേക്ക് തുല്യമായി ഞാൻ ആരെയും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ദേവി വിവാഹം കഴിച്ചത്. വളരെ ശ്രദ്ധിക്കണേ ഈ പ്രസ്താവന. ഭഗവാൻ ആരെയാണ് അനുഗ്രഹിക്കുക, ഭഗവാൻ ആരെയാണ് കല്യാണം കഴിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണോ ഭഗവാനെ മനസ്സിലാക്കി ഭഗവാനെ തന്നെ പ്രേമത്തോടെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ വിവാഹം എന്ന് പറഞ്ഞാൽ കഴുത്തിൽ മാലയിടുക എന്നല്ല, പ്രേമത്തോടുകൂടി സ്മരിച്ചു കൊണ്ടു നടക്കണം. തന്റെ അച്ഛനായും അമ്മയായും ഗുരുവായും ഭാര്യയായും ഭർത്താവായും ഒക്കെ ഈശ്വര സ്മരണയിൽ ജീവിക്കുന്നത്, അവരെ ഭഗവാൻ ഇങ്ങോട്ട് വിവാഹം കഴിക്കും എന്ന് പറഞ്ഞാൽ ഭഗവാൻ അവരെ കൈവിടില്ല എന്ന് ഇവിടെ മറ്റൊരു രൂപത്തിൽ പ്രതിജ്ഞ ചെയ്യാണ്. ഈ ശ്ലോകത്തിന്റെയൊക്കെ സൂക്ഷ്മാർത്ഥം അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും അതിന് യോഗ്യരായാൽ ഭഗവാൻ നമ്മളെ കൈവിടില്ല എന്ന് ദൃഢമായി ഉറപ്പിച്ചു പറയുന്നു. ഇപ്രകാരം പറഞ്ഞ് ഈ ഭാഗം ഉപസംഹരിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന് കലഹമാണ്. ഈ അധ്യായത്തിന് കലഹം എന്നാണല്ലോ പേരിട്ടിരിക്കുന്നത്. എന്താണ് കലഹത്തിന് കാരണം എന്നാണ്. പൊതുവെ ഇന്ന് വിവാഹമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഈ കലഹം എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ ഭർത്താവിന്റെ അച്ഛന്റെ കൂടെ ഭർത്താവിന്റെ അമ്മയുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. കാരണം കലഹം ഉണ്ടാവും എന്നുള്ളത് അറിയാം. ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്ന സമയത്ത് ചോദിച്ചു തന്നെ ഇതായിരുന്നു, നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ എനിക്ക് ജീവിക്കേണ്ടി വരുമെന്ന്. എങ്കിൽ ഞാനില്ല എന്ന്. അപ്പൊ അങ്ങനെ ഒരു ഡിമാൻഡ് വയ്ക്കുന്ന കാലഘട്ടത്തിലാണ് ഇനിയുള്ള കല്യാണങ്ങളൊക്കെ നടക്കുക. കാരണം പഴയ ആളുകളെ, പ്രായമുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു തലമുറകൾ വളർന്നു വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ മറ്റൊരാൾ ഉൾക്കൊള്ളാൻ പറ്റാതെ ആയിപ്പോയത്? വളർത്തിക്കൊണ്ടുവരുന്നിടത്തെ നമ്മൾ അബദ്ധങ്ങൾ ഒപ്പിച്ചു പറയണം. പ്രത്യേകിച്ച് ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിയൊക്കെ വളർത്തിക്കൊണ്ടുവരുമ്പം പൊതുവെ നമ്മുടെ അമ്മമാര് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം, ആ കുട്ടികളെ ഒരു കഴിവുമില്ലാത്തവരായിട്ട് വളർത്തിയെടുക്കും. വെറും പുസ്തകപ്പുഴുക്കളായിട്ട്, അങ്ങനെ പുസ്തകം പഠിപ്പിച്ച് ഒരു കാര്യവും അറിയാത്തവരായിട്ട് സ്നേഹിച്ച് കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തും. അത് വലിയൊരു അപകടമാണ് പ്രിയൻ. പണ്ട് കാലത്ത് സ്നേഹം കാണിച്ചിരുന്നത് അവരെ ജീവിക്കാൻ പഠിപ്പിച്ചുകൊണ്ടായിരുന്നു. ഒരു കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് അറിയണം വീട്ടിലെ കാര്യങ്ങളൊക്കെ. 10-14 വയസ്സാകുമ്പോഴേക്കും വീട് കൊണ്ടു നടക്കാനുള്ള പ്രാപ്തി ഉണ്ടാവണം. കാരണം ഗൃഹസ്ഥയായിട്ട് ഗൃഹനാഥയായിട്ടാണ് അവൾ പോകേണ്ടത് പ്രിയാണ്. ഇതുപോലെ ആൺകുട്ടികളാണെങ്കിലും ആ ഒരു സംസ്കാരം അവർക്കുണ്ടായിരിക്കണം. ഉത്തരവാദിത്വ ബോധത്തിലേക്ക് അവരെ വളർത്തിയെടുക്കണം. വെറും പുസ്തക പുഴുക്കളായിട്ട് ജീവിക്കുമ്പോഴാണ്, ഒരുപക്ഷെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരിക്കാം, ഹാർഡ്വെയർ എഞ്ചിനീയർ ആയിരിക്കാം, പക്ഷെ എന്നും സോഫ്റ്റും ഹാർഡും തമ്മിൽ അടിക്കും. ജീവിതത്തിൽ ഒരു സമാധാനമില്ലാത്തൊരു ജീവിതം അവർ നയിക്കുന്ന പ്രിയാണ്. ഇതല്ലേ നമ്മൾ കാണുന്നത്. ഈ പാലക്കാട് ഒരു കുട്ടിയുണ്ടായിരുന്നു, ഫാമിലി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഒരാൾ ഹാർഡ്വെയർ എഞ്ചിനീയറാണ്. രണ്ടുപേരും ഞാൻ പറഞ്ഞു പറയില്ല നിങ്ങളോട്, സ്വിറ്റ്സർലൻഡിൽ പോയി അവിടെ വെച്ച് ചെറിയ എന്തോ നിസ്സാര പ്രശ്നം, ഇവനെടുത്ത് തോക്ക് വെടിവെച്ച് അവളെ കൊന്നു. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നിയത്? ഇത്ര എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, എന്നിട്ടും ഇങ്ങനെയൊക്കെ. കാരണം ജീവിക്കാൻ പഠിച്ചിട്ടില്ല പ്രിയാണ്.
ബാക്കിയെല്ലാം പഠിച്ചെടുക്കുന്നു അവരെയാണ്. അപ്പോൾ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി അവരെ ജീവിക്കാൻ പരിശീലിപ്പിക്കണം. അതൊരു അമ്മയുടെ അച്ഛൻ്റെയൊക്കെ കർത്തവ്യമാണ്. ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ മുതിർന്നവരെ ഉൾക്കൊള്ളാനുള്ള മനസ്സ്, അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള മനസ്സ്, ഇതൊക്കെ കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ജീവിതം പരാജയമാവില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ കുറെ ശമ്പളമുള്ള ജോലി കിട്ടിയെന്ന് വരും, കുറെ ജോലി, പ്രതാപമുള്ള അധികാരമുള്ള ജോലി കിട്ടിയെന്ന് വരും, പക്ഷെ സുഖമില്ലാത്തൊരു ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടി വരും. അങ്ങനെ വഴിയൊരുക്കി വെക്കരുത് പ്രിയാണ്. ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് വളർത്തിക്കൊണ്ടുവരുന്നത് തന്നെ ഡിമാൻഡിലൂടെയാണ്. പലതും ഡിമാൻഡ് ചെയ്ത് പരിശീലിപ്പിക്കുകയാണ് നമ്മൾ കുട്ടികളെയൊക്കെ. അവരാവശ്യപ്പെടുന്നത് മേടിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും ഇല്ല പറയാൻ പറ്റില്ല. അതേസമയം വലിയൊരു കാര്യം, ആത്മീയമായൊരു സമ്പത്ത് കൂടി അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ അവർ പാഠം പഠിക്കും. എന്നും ഞാൻ ഡിമാൻഡ് ചെയ്തത് ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല. എന്നെങ്കിലും ഒരു പാഠം പഠിച്ചേ പറ്റുള്ളൂ. എവിടെയെങ്കിലും ഒരു അടി കിട്ടിയേ പറ്റുള്ളൂ. ഡിമാൻഡ് ചെയ്യുന്നതൊന്നും എപ്പോഴും എനിക്ക് കിട്ടിയെന്ന് വരില്ല. ആ സമയത്ത് ജീവിതം തകരാതിരിക്കണമെങ്കിൽ ഒരു ആത്മീയ സംസ്കാരമുള്ളവർക്കേ സാധിക്കുള്ളൂ. മനസ്സിലായില്ലേ? അമ്മായിയമ്മ ക്യൂടെക്സ് എടുത്തതുകൊണ്ട് ഡൈവേഴ്സ് ചെയ്ത പാർട്ടികളാണെന്ന് ലോകത്തിലുള്ളത്. ആലോചിച്ച് നോക്കൂ, ലോകം എവിടെ എത്തിയിരിക്കണോ എന്നുള്ളത്. ഇതെന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംസ്കാരം? അതൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അച്ഛനും അമ്മയൊക്കെ. അപ്പൊ അത് വേണ്ടാന്ന് പറയുന്നില്ല. വേണം, ബ്യൂട്ടി പാർലർ വേണം, ലിപ്സ്റ്റിക് വേണം, ഐബ്രോ പെൻസിൽ വേണം, എല്ലാം വേണം. അതേ സമയത്ത് ജീവിതത്തിന്റെ പരമാർത്ഥം കൂടി മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സത്സംഗ സംസ്കാരം വീട്ടിൽ ഉണ്ടാക്കി വെക്കണം. കുറച്ചു നേരം ഒന്നിച്ചിരുന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, അതില്ലാത്തൊരു ദിവസം വീട്ടിലുണ്ടാവരുത് പ്രിയാണ്. ട്യൂഷൻ ഉണ്ടാവട്ടെ, ട്യൂഷന് പോവാതിരിക്കട്ടെ, എന്തു വേണം നടക്കട്ടെ, അതിൻ്റെ കൂടെ ഇതും കൂടി കൊണ്ടു നടക്കണം. ഭഗവാൻ ഗീതയിൽ പറയും, 4 കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ സാധിച്ചാൽ ദുഃഖമുണ്ടാവില്ല. 6-ാമത്തെ അധ്യായത്തിൽ പറയും, ഭഗവത്ഗീതയുടെ 6-ാം അധ്യായത്തിൽ ഈ ശ്ലോകം മനോഹരമായിട്ട് ഭഗവാൻ പറയും, യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. അവർക്ക് ദുഃഖം ഹനിക്കാൻ പറ്റും, ദുഃഖം നശിപ്പിക്കാൻ പറ്റും. ആർക്കാണ് ഭഗവാനെ? യുക്ത ആഹാരം, അവനവന് വേണ്ട ആഹാരം അതൊരു കൃത്യനിഷ്ഠയോടുകൂടി കഴിക്കുകയാണെങ്കിൽ. ഇന്നലെ ആരോ പറയായിരുന്നു, ആരുടെ ഒരു ഹാർട്ടിന്റെ പ്രശ്നം, ഹാർട്ടിന് സർജറി ചെയ്ത കാര്യം. അപ്പൊ അദ്ദേഹം സിഗരറ്റ് വലിക്കില്ല, കള്ളു കുടിക്കില്ല, ഒരു വേണ്ടാതീനില്ല. എന്നിട്ടും 6-7 ബ്ലോക്ക് അദ്ദേഹത്തിന് വന്നപ്പോൾ പറയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ഡോക്ടർമാർ പറയുന്നത് കൃത്യനിഷ്ഠമായിട്ടുള്ള ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണെന്നാണ്. അപ്പൊ നോക്കൂ, സമയം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. എപ്പോഴാണ് എണീക്കണമെന്നുള്ള ദൈവം തമ്പുരാൻ അറിയാം, എപ്പോഴാണ് കഴിക്കണമെന്നുള്ളത് അത് വീട്ടുകാർക്ക് പോലും അറിയില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അവർ സിസ്റ്റമാറ്റിക് ആയിട്ടില്ല നമ്മുടെ ജീവിതം നടക്കണം. പിന്നെ രോഗങ്ങൾ വരാതിരിക്കില്ല. കഴിയുന്നത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിക്കാൻ പരിശീലിക്കുന്ന ഭഗവാൻ പറയുന്നത്. ആഹാരം, വിഹാരം, കർമ്മസു, അതുപോലെ തന്നെ അവബോധം. അപ്പോൾ ജീവിതത്തിൽ അവനവന്റെ കർമ്മം ചെയ്യണം, ശാരീരികമായിട്ട് രോഗങ്ങൾ വരാതിരിക്കാനുള്ള എക്സസൈസുകൾ ചെയ്യണം. അന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഭഗവാൻ ഇതൊക്കെ. 3-ാമത്തത്, വേണ്ടത്ര ഉറക്കണ്ടായിരിക്കണം. ഉറക്കം കൂടാനും കുറയാനും പാടില്ല. അതേസമയം അവബോധമുണ്ടാകും. ഭഗവത് സ്മരണത്തിന് സമയം ചെലവഴിക്കണം. എന്നാ ദുഃഖമുണ്ടാവില്ല. നിങ്ങൾ സ്വയം ചോദിക്കൂ, എത്ര പേരുടെ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് അല്പമെങ്കിലും നാമസ്മരണം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു മക്കൾ നേരെയാവണം, എല്ലാവരും നേരെയാവണം എന്നൊക്കെ. പക്ഷെ എത്ര പേര് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്? സ്വയം ചോദിക്കൂ. നമ്മളൊരു പക്ഷേ ഭാഗവതം കേട്ടു പോയേക്കാം, നമുക്കൊരു പക്ഷേ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് എന്തുണ്ടായി, വീട്ടിലെ കുട്ടികൾക്ക് എന്ത് കൊടുക്കാൻ സാധിച്ചു? അപ്പൊ അതുകൊണ്ട് അവർ ഒരുപക്ഷെ പറഞ്ഞാൽ അനുസരിച്ചു എന്ന് വരില്ല. എന്നാലും ഒരു വൈകുന്നേരം 6 മുതലെങ്കിലും 6:30 വരെയെങ്കിലും സമയം ചിട്ടപ്പെടുത്തിയിട്ട് അതിനുവേണ്ടി വെക്കണം. ദിവസവും രാവിലെ എണീറ്റിട്ട് ഈ ചോദ്യം ചോദിക്കുക. അപ്പൊ ഇതിന് ഉത്തരം കിട്ടും നിങ്ങൾക്ക്. എന്താ ചോദ്യം? ഉത്തായ ബോധവ്യം കിമസ്യ സുഹൃതം കൃതം. രാവിലെ എണീറ്റ് ചോദിക്കണം, ഞാൻ എനിക്കും എന്റെ കുടുംബത്തിനും എന്ത് സുഹൃതമാണ് ചെയ്തിട്ടുള്ളത്, എന്ത് സുഹൃതമാണ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിലോ എന്തുണ്ടാവും? ആയുഷക്കണ്ഡമാതായ രവി അസ്തം ഗമിഷ്യതി.
ദിവസവും സൂര്യൻ അസ്തമിക്കുമ്പോൾ ആയുസ്സിന്റെ ഒരു കഷ്ണവുമായി പോകുന്നു എന്ന് മറന്നു പോകരുത് പ്രിയാണ്. അത് നമ്മളിപ്പം മനസ്സിലാക്കില്ല. രാവിലെ എണീറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് അരേ ഗുരുവായൂരപ്പ ഇവിടേക്ക് വെളുക്കാൻ തുടങ്ങിയല്ലോ എന്ന് മനസ്സിലായില്ലേ. തലമുടിയൊക്കെ ഓരോന്നായിട്ട് വെളുക്കും. അതൊന്നും പക്ഷെ നമുക്ക് പ്രശ്നമില്ല. കാരണം ഗോദ്രേജ് കമ്പനി ഉള്ളിടത്തോളം കാലം ആരൊക്കെ ഏതൊക്കെ കമ്പനി എന്തൊക്കെ ഇറക്കിയാലും എത്ര കാലം ഇത് അടിച്ചുകൊണ്ട് നടക്കും നമ്മൾ. കുറേ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വെളുക്കാൻ തുടങ്ങിയാൽ പിന്നെ നിവൃത്തിയൊന്നുമില്ല. എന്നാലും ഒരു ദിവസം നമ്മൾ തിരിച്ചറിയും കാലം മുന്നോട്ട് പോയിട്ടുണ്ട്, വയസ്സെന്നെ ബാധിച്ചിട്ടുണ്ടെന്ന്. ഇതൊക്കെ പരമാർത്ഥമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കും. അപ്പൊ കലഹത്തിന് കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവനവന്റെ നന്മ മാത്രം കാണുക, മറ്റുള്ളവരിലൊക്കെ കുറ്റം കാണുക. അപ്പൊ ചിന്തിക്കേണ്ടത് എല്ലാവർക്കും ഓരോ കുറവുകളുണ്ട്. മറ്റുള്ളവരിലെ കുറ്റം കാണാനല്ല ഞാൻ പരിശീലിക്കേണ്ടത്, മറ്റുള്ളവരുമായി സഹകരിച്ച് ജീവിക്കാനാണ് ഞാൻ പരിശീലിക്കുന്നത്. ഏതെല്ലാം കുറ്റവും കുറവുമുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് സഹകരിച്ചുകൊണ്ട് സ്നേഹത്തിൽ ജീവിക്കുന്നുള്ളത്. രണ്ടാമത്, കലഹത്തിന് കാരണം അവനവന്റെ വിഷമങ്ങളെ അവനവന് സഹിക്കാനുള്ള ആത്മശക്തിയില്ലായ്മയാണ്. അതുകൊണ്ടാണ് വീട്ടിലൊക്കെ പെൺകുട്ടികൾ എന്തെങ്കിലും വിഷമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അമ്മയ്ക്ക് ഫോൺ ചെയ്യേ. അമ്മമാരതിനേക്കാളും കുഴപ്പം പിടിച്ചവരാ ഭൂരിപക്ഷം ആളുകളും. ഇവിടുന്ന് ഫോൺ ചെയ്തു ചോദിക്കും, മോളെ നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് അവിടെ നിന്റെ വീട്ടിൽ? ഭർത്താവിന്റെ അമ്മ നിന്നെ ദ്രോഹിക്കുന്നുണ്ടോ? ഭർത്താവിന്റെ അമ്മ നിന്നോട് വേറെ വല്ലതും പറയുന്നുണ്ടോ? ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നുണ്ടോ? കാല് മസാജ് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ടോ? എന്നാൽ അതൊക്കെ നീ ഒരു കാര്യം ഇങ്ങോട്ട് പോന്നേക്കുമെന്ന്. ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്യുന്ന എത്രയോ അമ്മമാരുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയുടെ ജീവിതം അങ്ങോട്ട് നശിപ്പിച്ചു കൊടുക്കും. അപ്പോ ജീവിതത്തിൽ നിങ്ങൾ മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ ഒരു കാര്യം ഉൾക്കൊള്ളേണ്ട, എന്തെല്ലാം പരാതി അവർ പറഞ്ഞാലും പറഞ്ഞു കൊടുക്കുക, ഇത് ഭഗവാൻ പരീക്ഷിക്കുന്നതാണ്, നീ സ്നേഹത്തോടുകൂടി അവരോട് പെരുമാറുമെന്ന്. കാരണം സ്നേഹത്തിലൂടെ ഏത് മനസ്സിനെയും മാറ്റിയെടുക്കാൻ സാധിക്കും. സ്നേഹത്തിന് അത്രയും വലിയ ശക്തിയുണ്ട്. സ്നേഹമുള്ളൊരു മനസ്സുണ്ടാക്കി കൊടുക്കാനാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. അത് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സ്നേഹിക്കുന്നതിനേക്കാൾ എല്ലാവർക്കും ഇഷ്ടം മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാനാണ്. അപ്പൊ സ്നേഹം കൊടുക്കണമെങ്കിൽ ഇത്തിരി പ്രയാസമുണ്ട്, അതിനൊരു ശക്തി വേണമെന്ന് പറയണം. ആ ശക്തിയാണ് ആത്മീയമായിട്ട് നമ്മൾ കൈവരിക്കേണ്ടത്. ഇങ്ങനെ ഈ ഭാഗം ഉപസമരിപ്പിക്കണോ. പിന്നീട് അടുത്ത ഉപാഖ്യാനം, 2-3 ഉപാഖ്യാനങ്ങൾ, വളരെ മനോഹരമായിട്ടുള്ള ഉപാഖ്യാനങ്ങൾ. ഒന്ന് ബാണാസുരന്റെ കഥ പറയാണ്, അതിനുശേഷം പിന്നീട് നകുഷന്റെ കഥ, അതിനുശേഷം അവസാനമായിട്ട്, കഥകൾക്കൊരു അവസാനമില്ല, എന്നാലും നമ്മൾ പറയുന്നതിൽ അവസാനമായിട്ട് കുരുഷവംശത്തിലെ രാജാവായിരിക്കുന്ന പൗണ്ഡ്രക വാസുദേവന്റെ കഥ. ഇങ്ങനെയൊക്കെയുള്ള കഥകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഭഗവാൻ കൃഷ്ണന്റെ പുത്രനാണ് പ്രദ്യുമ്നൻ എന്ന് നേരത്തെ പറയുണ്ടായി. പ്രദ്യുമ്നൻ വിവാഹം കഴിച്ച കഥയും നമ്മൾ കണ്ടു. ആ പ്രദ്യുമ്നനുണ്ടായ പുത്രനാണ് അനിരുദ്ധൻ. ഭഗവാന് 16,008 ഭാര്യമാരിൽ 10 കുട്ടികളുണ്ടായെന്നാ പറയുന്നത്. എത്ര കുട്ടികളുണ്ടാവും? അപ്പൊ അതുകൊണ്ട് അവിടെ എത്ര കുട്ടികളുണ്ട്, എത്ര കുട്ടികൾ വരുന്നില്ല, പോകുന്നതൊന്നും ആരും അറിയുന്നില്ല. അങ്ങനെ ഒരു വശത്ത് ഇങ്ങനെ കുട്ടികളൊക്കെ വരുന്നു, ഉണ്ടാവണു, വളരണു. നടക്കുന്നതിൻ്റെ ഇടയിൽ ബാണൻ എന്ന് പറയുന്ന മഹാബലിപുത്രനായ അസുരൻ ചക്രവർത്തിയായിട്ട് രാജ്യം ഭരിക്കുന്നു. ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഒരിക്കൽ കൈലാസത്തിൽ ചെന്ന് ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ചു എന്നാണ്. ഈ ബാണനാണെങ്കിലോ 1000 കൈകളുണ്ടായിരുന്നു. 1000 കൈകളെ കൊണ്ട് കൈകൂപ്പി സ്തുതിച്ച് ഭഗവാനെ സ്തുതിച്ചപ്പോ ഭഗവാൻ അത്യന്തം പ്രീതനായി. സന്തോഷത്താൽ ഭഗവാൻ നൃത്തം ചവിട്ടാൻ തുടങ്ങി. തുടരെ ബാണൻ എന്ത് ചെയ്തു? 1000 കൈകളിലും ഉടുക്ക് വെച്ച് കൊട്ടാൻ തുടങ്ങി. ഭഗവാൻ അതിലേറെ സന്തോഷമായി. കാരണം ഡാൻസ് കളിക്കുന്ന ഒരാളുടെ അടുത്ത് ആരെങ്കിലും വാദ്യം കൊട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒന്നുകൂടി സ്പിരിറ്റ് കൂടും. അങ്ങനെ ആവേശത്തിന്റെ നൃത്തമൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ ബാണനോട് ചോദിച്ചു, നിനക്ക് എന്താ വരം വേണ്ടതെന്ന്. ഉടനെ ബാണൻ പറയാണ്, അവിടുന്ന് ഒരു കാര്യം ചെയ്യൂ, ഇവിടെ ഇരിക്കണ്ട, എന്റെ കൊട്ടാരത്തിൽ വാച്ച്മാനായിട്ട് വന്നോളൂ എന്ന്. അങ്ങനെ പരമശിവനെ തന്റെ വാച്ച്മാനായിട്ട്, കൊട്ടാരം കാവൽക്കാരനായിട്ട് കൂട്ടിക്കൊണ്ടു. അപ്പൊ ചോദിച്ചു, പാർവതി ദേവി? ഫാമിലി അടക്കം പോകുന്നുള്ളൂ, അവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഞാൻ ചെയ്തു തരാം. അങ്ങനെ പരമശിവൻ പാർവതി ദേവി സഹിതം ഗണപതി ഭഗവാൻ, സുബ്രഹ്മണ്യ സ്വാമി ഇവരൊക്കെ കൂട്ടി കൈലാസത്ത് പുറപ്പെട്ടു. എല്ലാവരും ചോദിക്കേണ്ട എങ്ങോട്ടാ പോണ പരമശിവനെന്ന്. ഭഗവാൻ പറഞ്ഞു, ഞാൻ വാച്ച്മാന്റെ ജോലി ഏറ്റെടുത്തിരിക്കണമെന്ന്. ബാണന് നോക്കണം, എത്രയൊക്കെ ശക്തിയും കഴിവുള്ള ആൾക്ക് ആ പരമശിവനോട് ചോദിക്കാൻ തോന്നിയത് തന്റെ കൊട്ടാരത്തിൽ താമസിക്കണമെന്ന് പറയുന്നത് പിന്നെ അത്ഭുതമാണ്. വാച്ച്മാന്റെ ജോലി എടുക്കണമെന്ന് പറയണമെങ്കിൽ അയാളുടെ ധാർഷ്ട്യം എത്രയുണ്ട്, അഹങ്കാരം. ഏതായാലും പരമശിവൻ ആ ജോലിയൊക്കെ ഏറ്റെടുത്തു. നിവൃത്തിയില്ലല്ലോ. ഒരു ദിവസം ബാണൻ വന്നിട്ട് പറയാണ്, 1000 കൈയുണ്ടായിട്ട് എന്താ കാര്യം ഭഗവാനെ എന്ന്. ഭഗവാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന്.
ഒന്ന് കൈക്ക് ഭയങ്കര ചൊറിച്ചിൽ, ഒന്ന് ഇടി കൂടുന്നുണ്ട്. അതിന് പറ്റിയ ഒരാളെ ഉള്ളൂ ലോകത്തില്. ആരാണതെന്ന് വെച്ചു. അവിടുന്ന് തന്നെ. അതുകൊണ്ട് അങ്ങേക്ക് ജോലിയൊന്നുമില്ലല്ലോ, ഇറങ്ങി വരും, നമുക്കൊന്നൊരു പിടുത്തം മൽപ്പിടുത്തൊക്കെ നടത്താം. ഭഗവാന് മനസ്സിലായി, ഇനിവൻ ഇത്രയേ പറഞ്ഞുള്ളൂ, നാളെ പറയും എന്റെ പുറത്തു കയറി നിൽക്കണമെന്ന്. അതുകൊണ്ട് ഇനി ഇവൻ പറയുന്നതിന് മുമ്പ് ഭഗവാൻ പറഞ്ഞു, നിനക്ക് ഇത്തിരി കുറുമ്പ് കൂടിയിട്ടുണ്ട് എന്റെ ബാണ, നിന്റെ കൈയുടെ ചൊറിയല്ലേ, അത് മാറ്റാൻ ഒരാൾ വരും. എന്നാണോ ചോദിച്ചു കഴിഞ്ഞാൽ, എന്ന് നിന്റെ കൊടിമരത്തിലെ കൊടി താഴേക്ക് വീണോ അന്ന് മനസ്സിലാക്കുക നിന്റെ കൈയുടെ ചൊറി മാറ്റാൻ ഒരാൾ വരുന്നു. പിറ്റേ ദിവസം മുതൽ ബാണന്റെ ഉത്സാഹം നോക്കണേ, തന്നെ കൊല്ലാൻ ഒരാൾ വരുന്നതായിട്ട് പേടിയുണ്ടോ? അതില്ലേ ആൾക്ക്. രാവിലെ എണീറ്റാൽ ഓടി വന്ന് കൊടിമരത്തിലേക്ക് ഇങ്ങനെ നോക്കും, കൊടി വീണിട്ടുണ്ടോന്ന്. അപ്പൊ ഒരു ദിവസം ഭാര്യ പറഞ്ഞു, ഇങ്ങനെ നോക്കിയാൽ സ്പോണ്ടിലോസിസ് വരും, പിന്നെ ബെൽറ്റ് ഇട്ട് നടക്കേണ്ടി വരും. ബാണനോട് പറഞ്ഞു, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അപകടമാണെന്ന്. ബാണൻ എന്നാലും ആവേശമാണ്, തന്നോട് ഏറ്റുമുട്ടാൻ ഒരുത്തം വരുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ. അങ്ങനെ കാലം മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തായി, ബാണന് സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, പെൺകുട്ടി. അവളുടെ പേരായിരുന്നു ഉഷ എന്ന് പറയുന്നത്. കൊട്ടാരത്തിൽ ഏത് കാര്യത്തിനും സേവകന്മാരുണ്ട്, സർവൻസ് ഉണ്ട്. ഉഷയ്ക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യാനില്ലാത്തവർക്കുള്ള ഒരു പണിയാണ് സ്വപ്നം കാണുക എന്നുള്ളത്. ഇരുന്ന് വെറുതെ മനോരാജ്യം കാണുക. ഇന്നാണെങ്കിൽ ടി വി കാണുക, ഏതെങ്കിലും ഒന്ന് കണ്ടിരിക്കുക അവര്. ഉഷ ഒരു രാത്രിയിൽ ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. എന്താ സ്വപ്നം? തന്റെ കൂടെ കോമളനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കിടക്കണു, അവനുമായിട്ട് രമിക്കണു എന്നൊക്കെ ഉള്ളത് സ്വപ്നത്തിൽ കണ്ടു. പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോൾ തന്നെ ഒരു മൂഡ് ഓഫ്. അപ്പൊ ഇവൾക്കൊരു തോഴി ഉണ്ടായിരുന്നു, ചിത്രലേഖ. ഈ ചിത്രലേഖയാണെങ്കിലോ കുംഭാണ്ഡൻ എന്ന് പറയുന്ന ബാണന്റെ മന്ത്രിയുടെ മകളാണ്. ചിത്രലേഖയ്ക്കൊരു പ്രത്യേകത ഉണ്ട്, മറ്റുള്ളവരുടെ മനസ്സിലുള്ള ചിത്രങ്ങളെ വരച്ചു കാണിച്ചു കൊടുക്കാനുള്ള കഴിവ്. ചിലർക്ക് അവരവരുടെ മനസ്സിലെ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റിയെന്ന് വരും. ഈ ചിത്രലേഖയ്ക്ക് മറ്റുള്ളവരുടെ മനസ്സിലെ ചിത്രം വരയ്ക്കാൻ പറ്റും. അങ്ങനെ അവൾ ചിത്രം വരച്ച് കാണിച്ചു കൊടുത്തു. ഇതാണോ നീ ഇന്നലെ കണ്ട ചെറുപ്പക്കാരൻ? അല്ല പറഞ്ഞു. അങ്ങനെ സിദ്ധന്മാര്, ഗന്ധർവന്മാര്, കുറേ ആളുകളുടെയൊക്കെ വരച്ചു. പിന്നീട് ഭഗവാൻ കൃഷ്ണന്റെ ചിത്രം വരച്ചു. അന്ന് ഭഗവാൻ ഒരു 70 വയസ്സായി ഉണ്ടാവും. അതെന്തായാലും ആവില്ല, ഉറപ്പാണ്. ഒരു മുഖഭാവവും വ്യത്യാസവുമില്ല. ഭഗവാൻ കൃഷ്ണന്റെ പുത്രൻ പ്രദ്യുമ്നന്റെ ചിത്രം വരച്ചപ്പോ മുഖത്ത് ചെറിയൊരു ലജ്ജയൊക്കെ വന്നു. അപ്പൊ ഉറപ്പായി ഇതായിട്ട് ബന്ധപ്പെട്ട ചിത്രമാണ്. അനിരുദ്ധന്റെ ചിത്രം വരച്ചപ്പോ ഉഷ താഴേക്ക് നോക്കി നഖം കൊണ്ട് നിലത്ത് വരയ്ക്കാൻ തുടങ്ങി. അപ്പൊ മനസ്സിലായി ഇത് തന്നെ കേസ് എന്ന് പറഞ്ഞു. നീ പേടിക്കേണ്ട, ഞാൻ കൊണ്ടുവരാമെന്ന്. ചിത്രലേഖ രാത്രിക്ക് രാത്രി ആരാരും അറിയാതെ ഭഗവാന്റെ കൊട്ടാരത്തിലേക്ക് കയറി ഇയാളെ എടുത്ത്, അനിരുദ്ധനെ എടുത്തു പോന്നു. അനിരുദ്ധൻ രാവിലെ ഉണർന്നു നോക്കുമ്പോൾ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കൂടിയ കിടപ്പ്. വിചാരിച്ചു ഏതായാലും ഇവിടെയായിരിക്കും എന്റെ ഇര വെച്ചിരിക്കുന്നതെന്ന്. പിന്നെ അവളുടെ കൂടെ ചൂത് കളിച്ചും പാട്ടുപാടിയും ആട്ടമാടിയും നൃത്തമാടിയൊക്കെ ആരാരും അറിയാതെ അവിടെ ജീവിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം, മാസങ്ങൾ കഴിഞ്ഞപ്പോ ഇവൾക്ക് ചില ഗർഭലക്ഷണങ്ങളൊക്കെ കണ്ടു. തോഴിമാരെ എന്ന് രാജാവിനോട് പറഞ്ഞു, മകള് ഗർഭിണിയാണ് തോന്നുന്നു. അത്യന്തം കോപാവേശത്താൽ അതാ രാജാവ് അങ്ങോട്ട് കയറി വരുന്നു. ആരാണ് ഈ തോന്നിവാസം ചെയ്തതെന്നുള്ളത് നോക്കുമ്പോ അനിരുദ്ധനെ കണ്ടതും കോമളമായ മുഖം കണ്ടതും നിന്നുപോയി. ഓ, എന്റെ മകൾ ഭാഗ്യവതിയാണ്, നല്ലൊരു സുന്ദരനെയാണോ കിട്ടിയത്. പക്ഷെ എന്നാലൊരു വിഷമം, മതിൽ ചാടി വന്ന് തോന്നിവാസം ചെയ്തില്ലേ, എന്നോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ തെറ്റുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനെ ശിക്ഷിക്കണമെന്ന് വിചാരിച്ച് പിടിച്ചു കെട്ടി നേരെ ജയിലിൽ കൊണ്ടിട്ടു. അനിരുദ്ധൻ ഉഷ കാൽക്കൽ വീണൊക്കെ അപേക്ഷിച്ച് ഒന്ന് കൊടുത്തു, പോ അസത്തെ അവിടെ നിന്ന് പറഞ്ഞിട്ട്, തോന്നിവാസം ചെയ്ത് നീ എന്റെ കാല് പിടിക്കാൻ വന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അലറി അവിടെ നിന്ന്. അങ്ങനെ അനിരുദ്ധൻ പോയിട്ട് 6 മാസമായി. ഇവിടെ അങ്ങനെ ഒരു കാര്യം അറിയില്ല ദ്വാരകയിൽ. ഒരു ദിവസം നാരദ മഹർഷി വന്നിട്ട് ചോദിച്ചു, ഭഗവാനെ അവിടുത്തെ പേരക്കുട്ടി എവിടെയാണെന്ന്. ഏത് പേരക്കുട്ടിയെന്ന്? കാരണം ഇത്രയും 16,000 ഭാര്യമാരിൽ 10 പേരക്കുട്ടി ഉണ്ടെങ്കിൽ ഇന്നിപ്പോ എവിടെ രാമു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാളേ ഉള്ളൂ അറിയാം രാമു എവിടെ, അല്ലെങ്കിൽ കുട്ടൻ എവിടെയാണെന്നുള്ളത്. ഒരു 10-20 എണ്ണത്തിന്റെ ഇടയിൽ കുട്ടൻ കുട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ഏത് കുട്ടനൊക്കെ കുട്ടനായിരിക്കും. പെട്ടെന്ന് അറിയില്ല. പണ്ടൊക്കെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട 6, 7, 8, 10 പേരൊക്കെ മെമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാളൊന്നും വന്നില്ലെങ്കിലും അറിയൊന്നുമില്ല. ആര് വന്നു, ആര് ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു, ആര് ബ്രേക്ക് ചെയ്തു, ആര് പോയി എന്നൊന്നും അറിയില്ല. ഇതുപോലെ ഭഗവാൻ പെട്ടെന്ന് ചോദിച്ചു ആരാണെന്ന്. അനിരുദ്ധൻ. അനിരുദ്ധൻ പോയ കാര്യം ആരും അറിയില്ല സംഗതി. പറഞ്ഞു ഇപ്പൊ ആള് ബാണന്റെ ജയിലിൽ കിടക്കുകയാണ് പാവെന്ന്. കാര്യങ്ങളൊക്കെ പറഞ്ഞു ബലരാമസ്വാമിക്ക് പെട്ടെന്ന് കോപം വന്നു. എന്നാ പിന്നെ ബാണനോട് പ്രതികാരം ചെയ്യണം, പുറപ്പെടൂ കൃഷ്ണ. ഭഗവാനും ബലരാമസ്വാമി സൈന്യവുമായിട്ട് പുറപ്പെടുന്നു. ആദ്യം തന്നെ ഭഗവാൻ അവന്റെ കൊടിമരത്തിന്റെ കൊടി അറത്തിട്ടു. അന്ന് ബാണൻ വന്നു നോക്കുമ്പോൾ കൊടി കാണുന്നില്ല. സന്തോഷം കൊണ്ട് ആവേശം കൊണ്ടൊരു ചാട്ടം. ഓ, എന്റെ കൈത്തരിപ്പ് തീർക്കാൻ ഒരുത്തം വന്നുവല്ലോ എന്നും. അപ്പോഴാണ് സൈന്യവും കോലാഹലങ്ങളൊക്കെ കാണുന്നത്. മന്ത്രിമാര് വന്ന് പറയുന്നത്, ഉടനെ സൈന്യത്തെയൊക്കെ ഒരുക്കി
വേഗം ബാണൻ ചെന്നിട്ട് പരമശിവനോട് പറഞ്ഞു, വെറുതെ ചാപ്പാട് വെച്ചിരുന്നാ പോരാ, വരൂ യുദ്ധത്തിന് നിന്ന്, കൂട്ടിക്കോളും എല്ലാവരും ഇന്ന്. അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമിയും ഗണപതി ഭഗവാനെയൊക്കെ കൂട്ടിയിട്ട് പരമശിവൻ, നിവൃത്തിയില്ല, ഇവന്റെ വാച്ച്മാനല്ലേ, യുദ്ധം ചെയ്തേ പറ്റുള്ളൂ. ഒരു വശത്ത് പരമശിവൻ, അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി, മറുവശത്ത് കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണൻ, ബലരാമസ്വാമി തുടങ്ങിയവരൊക്കെ യുദ്ധം. കുറച്ചു നേരം കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയും പ്രദ്യുമ്നും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ സുബ്രഹ്മണ്യ സ്വാമി തോറ്റു. ഇവിടെ ഭഗവാനും ഭഗവാനും ബാണനും തമ്മിലുള്ള യുദ്ധം, ഘോരമായ യുദ്ധം. ഭഗവാനും പരമശിവനും തമ്മിൽ, ബാണനും ബലരാമസ്വാമിയും തമ്മിൽ യുദ്ധം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഘോരയുദ്ധത്തിൽ പരമശിവൻ തോറ്റുപോയി. ശിവനൊരു വിഷമം, ഞാനങ്ങനെ തോൽക്കാൻ പാടുമോ, മോശക്കാരനാവാൻ പാടുമെന്ന് ഒരു സത്വത്തെ സൃഷ്ടിച്ച് കൃഷ്ണന്റെ നേരെ പറഞ്ഞയച്ചു. ഭഗവാൻ പറഞ്ഞു, അങ്ങനെയൊന്നും എന്നെ പറ്റിക്കാൻ നോക്കണ്ട പരമശിവ, ഞാനും ഒരു സത്വത്തെ സൃഷ്ടിക്കുന്നു പറഞ്ഞ് ഭഗവാൻ കൃഷ്ണനൊരു സത്വത്തെ സൃഷ്ടിച്ചു. അങ്ങനെ ശ്രീശിവന്റെ ജ്വര, അതും കൃഷ്ണജ്വര, വിഷ്ണുജ്വര, അത് തമ്മിൽ ഏറ്റുമുട്ടിയെന്നാണ്. അങ്ങനെ ആ ജ്വരയുടെ ഏറ്റുമുട്ടലിൽ രുദ്രന്റെ ജ്വര തോറ്റുപോയി. ആ സമയത്ത് ഭഗവാൻ പരമശിവൻ വന്നിട്ട് ഭഗവാൻ കൃഷ്ണനെ നോക്കി സ്മരിച്ച് സ്തുതിച്ചുകൊണ്ട് കീർത്തിച്ചുകൊണ്ട് ചൊല്ലുന്ന ഒരു സ്തുതി ഭാഗവതത്തിലുണ്ട്. പറയും, അവിടുന്ന് ജഗത്തിന്റെ നാഥനാണെന്നുള്ള പരമസത്യം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലീലകളൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്ന് ഭഗവാനോട് പറയുകയാണ്. പ്രപഞ്ചനാഥനാണ് അവിടുന്ന് പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുന്നു. അതിനുശേഷം ഭഗവാൻ ബാണനുമായി ഏറ്റുമുട്ടി തന്റെ സുദർശന ചക്രത്തെ സ്മരിച്ച് ബാണന്റെ കൈകളെ വെട്ടിമുറിക്കും. ആ സമയത്ത് പരമശിവൻ പറയും, അടിസ്ഥാന ആവശ്യങ്ങൾക്ക് 2 കൈ വേണമല്ലോ, അത് വിട്ടുകൊടുത്തിട്ട് ബാക്കിയൊക്കെ ഒഴിവാക്കിക്കൊള്ളൂ. അങ്ങനെ 2 കൈകൾ നിലനിർത്തി ബാക്കിയൊക്കെ മുറിച്ചു കളയുന്നു പറയാം. അവിടെ വെച്ച് ഉഷയുടെയും അനിരുദ്ധന്റെയും കല്യാണം കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്നു എന്നാണ് കഥ. ഈ കഥയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ബാണൻ വലിയ പരമശിവ ഭക്തനാണ്. അദ്ദേഹത്തിന്റെ ശക്തി മുഴുവൻ ഭഗവാനെ സ്തുതിക്കാനൊക്കെ ഉപയോഗിച്ചു. അദ്ദേഹം നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭഗവത് പ്രേമത്തിലേക്ക് ഉയരാനല്ല തോന്നിയത്, തന്റെ ശക്തി ദുർവിനിയോഗം ചെയ്യാനാണ് തോന്നിയത്. നമുക്കൊക്കെ ശാരീരികമായൊരു ശക്തിയുണ്ട്, മാനസികമായൊരു ശക്തിയുണ്ട്. ഇതൊരു ഏജ് വരെ നമ്മുടെ കൂടെ വരുള്ളൂ പറയണം. അതിനേക്കാളും സൂക്ഷ്മമായ ശക്തിയാണ് വിവേകത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ആ വിവേക ശക്തി നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ ഭക്തിയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അതാണ് ഭഗവാൻ ഗീതയിൽ 10ാമത്തെ അധ്യായത്തിൽ 10ാമത്തെ ശ്ലോകത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. ആരാണോ എന്നെ പ്രേമത്തോടുകൂടി ഭജിക്കുന്നത് അവർക്ക് ഞാൻ വിവേകത്തിന്റെ ശക്തി കൊടുക്കുന്നതാണ്. അവർക്ക് ശരീരം തളർന്നാലും മനസ്സ് തളർന്നാലും വിവേകശക്തി കൊണ്ട് ഉയരാൻ സാധിക്കും. അതാണ് പാഞ്ചാലിക്കൊക്കെ സാധിച്ചത്. നിറഞ്ഞ സഭയിൽ വെച്ച് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ തളർന്ന മനസ്സുള്ള ഒരു പാഞ്ചാലിയല്ല നമ്മൾ കാണുന്നത്. അതുപോലെ ശരശയിൽ കിടന്ന് ശരീരം തളരുമ്പോൾ ഭീഷ്മാചാര്യരെ തളർന്ന മനുഷ്യനായിട്ടല്ല നമ്മൾ കാണുന്നത്. അവർക്ക് അതിലൊക്കെ ഉയരാൻ സാധിച്ചത് ഭക്തിയുടെ ശക്തി, വിവേകത്തിന്റെ ശക്തി ഉണ്ടായി പറയണം.